നമസ്കാരം, ഞാൻ ഡോക്ടർ അനുശ്രീ, ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി റമഡിയ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എക്സിമ. നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിചർച്ചിക എന്നാണ് നമ്മൾ പറയുന്നത്. എക്സിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെർമറ്റൈറ്റിസ് ആയിട്ടുള്ളൊരു അസുഖമാണ് എക്സിമ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ നമ്മളിത് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിനെ കുഷ്ഠത്തിൻ്റെ അണ്ടറിലാണ് നമ്മളിതിനെ കോറിലേറ്റ് ചെയ്യുക. ആ കുഷ്ഠം രണ്ടായിട്ട് ആയുർവേദത്തിൽ ഇരിക്കുന്നുണ്ട്, മഹാകുഷ്ഠ ആൻഡ് ക്ഷുദ്രകുഷ്ഠ. അതിൽ ക്ഷുദ്രകുഷ്ഠ, അതായത് മൈനറായിട്ടുള്ള കുഷ്ഠത്തിൽ വരുന്നതാണ് വിചർച്ചിക അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്നത്. എക്സിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത് ഇൻഫ്ലമേഷനാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഡെഫിനിഷനും. അതായത് നമ്മളുടെ സ്കിന്നിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് ആയിട്ടുള്ള ഒരു ബമ്പി ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, എക്സിമ എന്ന് പറയുന്നത്. ഈ എക്സിമ വന്നിട്ട് നമ്മളുടെ ബോഡിയിൽ ഫസ്റ്റ് ഇച്ചിങ് അല്ലെങ്കിൽ റാഷസ് പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആയുർവേദത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ആയുർവേദത്തിൽ നമ്മൾ വരുമ്പോൾ വാത, പിത്ത, കഫ എന്ന് പറയുന്ന 3 ദോഷാസ് ഉണ്ട്. ഈ 3 ദോഷാസുകളെ വെച്ചിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ പറയാറ്. അതിൽ പിത്ത ആൻഡ് കഫ, പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും വിശേഷം കാരണമാണ് നമ്മൾ വിചർച്ചിക അല്ലെങ്കിൽ എക്സിമ എന്ന കണ്ടീഷൻ ഉണ്ടാവാൻ കാരണം. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള ഒരു ബാരിയറാണ്. അത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ ഔട്ട്സൈഡിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റൻസിന് എക്സ്പോഷറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒന്നാണ് ഈ സ്കിൻ ബാരിയർ. അപ്പോൾ ഈ എക്സിമ വരുന്നത് മൂലം നമ്മൾ ഈ സ്കിൻ ബാരിയറിന് ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എക്സിമകൾ നമ്മൾ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് മെയിനായിട്ടുള്ള ഒന്നാണ് അറ്റോപ്പിക് എക്സിമ എന്ന് പറയുന്നത്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ട് ചൈൽഡ്ഹുഡ് ആയിരുന്ന സമയം തൊട്ടിട്ട് നമുക്ക് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ ജലദോഷം, ശ്വാസം മുട്ട് എന്നീ കണ്ടീഷനുകൾ ചെറുപ്പം തൊട്ടുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു തരം എക്സിമയാണ് അറ്റോപ്പിക് എക്സിമ എന്ന് പറയുന്നത്. ഇത് പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇതൊരു പകർച്ചവ്യാധിയാണോ? അല്ല, ഇത് ഒരു പകർച്ചവ്യാധിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇത് പല ടൈപ്പിലായിട്ടാണ് ഇത് നമുക്ക് കാണപ്പെടുന്നത്. ആദ്യം നമുക്ക് ഇത് ഒരു റാഷസ് പോലെ അല്ലെങ്കിൽ ഇച്ചിങ് പോലെ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അത് വന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ പീൽ ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ വെറ്റ് എക്സിമയുണ്ട്, അതേപോലെ ഡ്രൈ എക്സിമയുണ്ട്. ഡ്രൈ എക്സിമകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റാഷ് ചൊറിയുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈറ്റ് പൊടികളായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പൗഡറൊക്കെ ഇടില്ലേ, പൗഡർ ഇങ്ങനെ വീഴുന്ന പോലെ അതേപോലത്തെ വൈറ്റ് പൊടികളായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ വെറ്റ് എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മൾ വെള്ളമൊക്കെ പോലെ ഊസ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇച്ചിങ് തന്നെയാണ് ഇതിൻ്റെ. നൈറ്റ് ടൈമിൽ വന്നിട്ട് ഇച്ചിങ് കൂടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളർ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ ഒരു കുറച്ച് ഡാർക്കൊക്കെയാണ് കളറ് എന്ന് വെച്ചാൽ സ്കിൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഗ്രേ ആ ഒരു കളറിലായിരിക്കും ഇത് കാണപ്പെടുക. പിന്നെ കുറച്ച് ഒരു ഫെയർ ആയിട്ടുള്ളവരാണെങ്കിൽ അതിൽ റെഡ് അല്ലെങ്കിൽ കുറച്ച് പിങ്കിഷൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു എക്സിമ നമ്മളെ ബോഡിയിൽ കാണാറ്. പിന്നെ ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു കോസ് ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അലർജൻറ്റ്, അതായത് സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള അലർജി ഉള്ളവർ, അതേപോലെ സൂര്യപ്രകാശം അലർജി ഉള്ളവർ, പിന്നെ നമ്മളെ ഫുഡ് കഴിക്കുന്നത് അത് ഒരു ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഇതൊക്കെയുള്ള കണ്ടീഷനിലാണ് നമുക്ക് മെയിനായിട്ടും ഈ എക്സിമകൾ കാണാറ്. അക്കോർഡിംഗ് ടു ആയുർവേദ പറയുകയാണെങ്കിലും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദോഷാസിന് നമ്മൾ കൂടെ പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിത്ത ആൻഡ് കഫ ദോഷാസിൻ്റെ ഒരു വിശേഷം കാരണം ഇത് വരാറുണ്ട്. പിന്നെ അഗ്നിമാന്ദ്യം കാരണം വരാറുണ്ട്. പിന്നെ ആഹാരവിഹാരാസിലുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, ഇതൊക്കെ കാരണം നമ്മൾ എക്സിമകളെ നമ്മൾ കാണാറുണ്ട്. മെയിനായിട്ടും എക്സിമകൾ എവിടെയൊക്കെ ആയിരിക്കും കാണപ്പെടാറ്? അത് നമ്മൾ പൊതുവേ ഒരു ചർച്ചയിൽ വരുന്ന കാര്യമാണ്. നമ്മളെ എക്സിമകൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് വരുന്നത്. പക്ഷെ അല്ല, എക്സിമകൾ എവിടെ വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും. കാല്, കൈയിൻ്റെ അടി, ഈ മുട്ടുകൾ, അതേപോലെ തലോട്ടി,
അതേപോലെ മീൻസ് സ്കാൽപ്പ് പിന്നെ മുഖം അവിടെങ്ങളിലൊക്കെ എക്സിമകൾ നമുക്ക് കാണാറുണ്ട്. പിന്നെ കുട്ടികളിലാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നമുക്ക് എക്സിമകൾ കാണാം, അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞ ശേഷമൊക്കെ നമുക്ക് എക്സിമകൾ മെയിനായിട്ട് കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ ശോധന ഹാൻഡ് ശമന എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വിരേചനം എന്ന് പറയുന്ന ഒരു പ്രോസസ്. അതായത് നമ്മൾ വയറിളക്കി കളയും. നമ്മൾ ഒരു പ്രത്യേക തരം മെഡിസിൻ കൊടുത്തിട്ട് അത് നമ്മൾ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ, പേഷ്യൻസിൻ്റെ ഈ പറയുന്ന അഗ്നി എന്ന് നാം നേരത്തെ പറഞ്ഞു, അതായത് ഡൈജസ്റ്റീവ് പവർ, അത് നോക്കിയിട്ട് ഒക്കെ ആണ് നമ്മൾ ഈ പേഷ്യൻസ് നമ്മൾ വിരേചന മെഡിസിൻ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഉഴിച്ചിൽ ചെയ്യാറുണ്ട്, അതായത് അഭ്യംഗ, പിന്നെ തക്രധാരകൾ ചെയ്യാറുണ്ട്, പിന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസുകൾ ചെയ്യാറുണ്ട്, പിന്നെ നസ്യങ്ങൾ ചെയ്യാറുണ്ട്, പമനം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എക്സിമകൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരം ഒരു ഇറിറ്റൻ്റായിട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ആഹാരവിഹാരം, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, അത് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഇതേപോലെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മളുടെ ബോഡിയിലേക്ക് വേണ്ട എക്സസൈസുകൾ, പിന്നെ ഉറക്കം, ഇതൊക്കെ നന്നായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എക്സിമ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് മുക്തിയാവാൻ പറ്റും.